ഈ സൈഡ് ഒരു ഡീസലിന്റെ ചാകരയാണ് കേട്ടോ. ഫുള്ള് ഡീസൽ. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ 7-8 വണ്ടിയുണ്ട്. ഫുൾ ഡീസൽ ഒറ്റ ലൈനിൽ കിടക്കാണ്. നിസാനിലെ പല വണ്ടികൾ നമ്മുടെ നാട്ടിൽ അടിപൊളിയായിട്ട് ക്ലച്ച് പിടിച്ച് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണിത്. നിസാൻ മാഗ്നൈറ്റ് ആണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ തന്നെയുള്ള വാഹനമാണ്. എങ്ങനെ 2021 മോഡൽ മാഗ്ന. മാഗ്നയിൽ അവർ ഫിറ്റിങ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അലോയിൽ ഇതുണ്ട്, അതേപോലെ ടച്ച് സ്ക്രീൻ ഉണ്ട്, നല്ല രീതിയിലുള്ള നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി കവറാണ്, നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. 60,000 കമ്പനി സർവീസ് ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഫുൾ ഹിസ്റ്ററികളുണ്ട്. ഓക്കെ, അപ്പോൾ അതും വളരെ കിലോമീറ്റർ ഓവറായിരുന്നു. ഇതും വളരെ ലോ കിലോമീറ്റർ ഡീസൽ വാഹനം. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഡെൽറ്റയാണല്ലേ. ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റയിൽ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം. വർഷം അവസാനിക്കുകയാണല്ലോ, പുതിയൊരു വർഷമൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സ്പെഷ്യൽ റേറ്റുള്ള വാഹനങ്ങൾ നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ്. വന്നിരിക്കുന്ന ഷോറൂം ബ്രോസ് കാസ് ആണ്. ഹുസൈൻക നമ്മുടെ കൂടെ ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് മമ്മിയൂർ, അതായത് തൃശ്ശൂർ ജില്ല ഗുരുവായൂർ കുന്നംകുളം റോഡിൽ മമ്മിയൂരാണ് ലൊക്കേഷൻ. ലിറ്റിൽ ഫ്ലവർ കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് രാജ ഇന്ത്യൻ ഓയിൽ പമ്പ് അതിൻ്റെ സൈഡിൽ തന്നെ അല്ലേ? ഓക്കെ, അതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് റേറ്റ് കൊടുക്കുക, പരമാവധി കുറച്ച് കൊടുക്കുക. പരമാവധി കുറച്ച് കൊടുക്കുക. ഓക്കെ, ഏകദേശം എടുത്ത വിലക്ക് മുട്ടിച്ചിട്ട് തന്നെ കൊടുക്കുക. അതെ കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലേ? അപ്പൊ നമുക്ക് ഇനി പുതിയ വണ്ടികൾ എടുക്കാറോ, ലാസ്റ്റ് റേറ്റിൽ കൊടുക്കാം. വേറെ ഒന്നും നമ്മുടെ ഡിമാൻഡ് ചെയ്തിട്ടില്ല, അത് തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അത് ചെയ്തു തരാം, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സെഗ്മെന്റ് വണ്ടികളുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ കോമ്പാക്ട് SUV ഉണ്ട്, സെഡാൻ ഉണ്ട്, ചെറിയ വണ്ടികളെല്ലാം ഉണ്ട്. എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം അല്ലേ? ഓക്കെ. നിസാനിലെ പല വണ്ടികൾ നമ്മുടെ നാട്ടിൽ അടിപൊളിയായിട്ട് ക്ലച്ച് പിടിച്ച് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണിത്. നിസാൻ മാഗ്നൈറ്റ് ആണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ തന്നെയുള്ള വാഹനമാണ്. എങ്ങനെ 2021 മോഡൽ. ഓക്കെ, 29,000 കിലോമീറ്റർ ഓടിയുള്ളൂ. XC ഡൈസ് മോഡലാണ് വണ്ടി. അതിൽ കമ്പനിയിൽ നിന്ന് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ 4 ഡോർ പവർ വിൻഡോ കമ്പനി ഓൾറെഡി ഉണ്ട്. ഓൾറെഡി കമ്പനി പവർ വിൻഡോ എയർ ബാഗും വരും. എയർ ബാഗ് വരും. ഓക്കെ, വേറെ റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. 1 ലിറ്റർ എഞ്ചിനാണ്. ടർബോ 1 ലിറ്റർ. ടർബോ അല്ല, ടർബോ മേലെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ടർബോ വരുമ്പോൾ ഓപ്ഷൻ മാറും. സോറി, 1 ലിറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറുള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ്. അതെ. ഓക്കെ, ഇത് കഴിഞ്ഞോ? വാറണ്ടി കഴിഞ്ഞോ? കമ്പനി വാറണ്ടി ഇല്ല, 1 വർഷം കൂടി ഉണ്ടാവും. 24 വരെ അറിയില്ല, അതൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഉണ്ടെങ്കിൽ 24 വരെ. ഏതാ മാസം? 2010 മാസമാണ്. അപ്പോൾ 24 10 മാസം വരെ ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെ? ലാസ്റ്റ് നമുക്ക് 5,75,000 കൊടുക്കാം. 5,75,000 രൂപയ്ക്ക് ഒരു അടിപൊളി കോമ്പാക്ട് SUV, 2021 മോഡൽ കോമ്പാക്ട് SUV നിങ്ങൾക്ക് 5 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. 25,000 ഇറക്കാം അല്ലേ? ഓക്കെ, ഈ ബാങ്ക് ലോൺ എടുത്ത് തന്നെ വണ്ടീൻ്റെ ഇവാലുവേഷൻ മാർക്കറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു വിലക്ക് തന്നെയാണ് ഏകദേശം കണ്ടിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്കി സർവീസ് കോസ്റ്റ് ഒക്കെ ഒരു 3,000-4,000 ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഒരു ക്രെസ്റ്റ വന്നു. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡൽ. ഓക്കെ, E+. 1.4 1.6. ഓക്കെ, പറഞ്ഞോളൂ. എത്ര ഓടി? 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഡീസലാ? പെട്രോള് 60,000. 2016 നോർമൽ ഓട്ടമാണ്. പെട്രോളിൻ്റെ നോർമൽ ഓട്ടോ ഓടിയുള്ളൂ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ക്ലീൻ ഒരു ടച്ചിങ് പോലും ഇല്ല. അതുകൊണ്ട് ഒന്നുമില്ല. ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരുന്നില്ല? എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നില്ല. പവറിൻ്റെ കാര്യങ്ങളെല്ലാം മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഉള്ളിൽ നിന്നുള്ള മിറർ മാത്രം തിരിയുന്നു. ഓക്കെ, മിറർ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. ഫോൾഡിംഗ് ഇല്ല. അതേ ഉള്ളൂ, അത് ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റും. 60,000 കമ്പനി സർവീസ് ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. മൈലേജ് ഒരു 12, 14, 15 വരെ മാക്സിമം കണ്ടാവും. 1.6 ആണ് പവർ ഉണ്ടാവും വണ്ടിക്ക്. വണ്ടി ഇന്ത്യയിലേക്ക് കണ്ടാലും അറിയാം, അത്ര ക്ലീൻ ആണ് വണ്ടി. നീറ്റിൽ കൊണ്ടുവരുന്നുണ്ടല്ലേ? ഓക്കെ, മാന്യമായ ഓട്ടോ ഓടിയിട്ടുള്ളൂ. എത്ര കൊടുക്കാൻ പറ്റും? 7,500 കൊടുക്കാം. 7,50,000. 2016 ക്രെറ്റ, 60,000 കിലോമീറ്റർ ഓടിയ. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ് പോകണം. സ്വന്തമാണോ? 7 lakhs ലോൺ കിട്ടുമോ? 7 ലക്ഷം ലോൺ കിട്ടും ഉറപ്പായിട്ടും. ഓക്കെ, 50,000 കണ്ടാൽ ഒരു കോമ്പാക്ട് SUV, അടിപൊളി ഒരു കോമ്പാക്ട് SUV ഇറക്കാം. ഈ ഷേപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇതും തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. എന്തായാലും കോൺടാക്ട് ചെയ്യും. അടുത്ത വണ്ടിയിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പ് ഹോണ്ട സിറ്റിയാണ്. KL 63 അങ്കമാലി രജിസ്ട്രേഷൻ വാഹനമാണ്. സിംഗിൾ ഓണറാണ് വണ്ടി. 2020 മോഡൽ. 20 ഏറ്റവും ടോപ്പ് ആണ്. 6 എയർ ബാഗ് വരുന്ന വണ്ടി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു സെഡാൻ കാറ്റഗറിയിൽ വർണ്ണനെ ഇനലെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ലോ പ്രൈസിൽ കിട്ടുന്നൊരു സെഗ്മെന്റാണ് ഹോണ്ട സിറ്റി. ഇത്രയും
സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോ പ്രൈസിൽ കിട്ടുന്ന ഒരു സെഗ്മെൻറ്റാണ് നോക്കുക ഹോണ്ട സിറ്റി. കമ്പനി വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും? 2020 മോഡൽ, വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. മാനുവല്ലേ? മാനുവൽ, പെട്രോൾ മാനുവൽ. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000 അല്ലേ? വലിയ ഓട്ടോ അല്ല, നോർമൽ പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടോ ഓടിയുള്ളൂ. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാം വരുന്ന ഓപ്ഷനാണ്. ബാക്കി സർവീസ് ഹിസ്റ്ററി ഒക്കെ കമ്പനി തന്നെയാണ്. ബമ്പർ മാറിയിട്ടുണ്ട്, ഫ്രണ്ട് ബമ്പർ റീപ്ലേസ്മെന്റ്. റെക്കോർഡ് കിട്ടുമല്ലോ അല്ലേ? ആ റെക്കോർഡിലുണ്ട്. ഓക്കെ. അടി അങ്ങനത്തെ അടി അല്ലല്ല, അത് ഫുൾ കവർ ഇൻഷുറൻസ് ആകുമ്പോൾ ചെറിയ പൊട്ടിൽ മാറിയുള്ളതാണ്, മേജറൊന്നുമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ 2020 നല്ലൊരു അടിപൊളി 27,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനമല്ല? അതെ. ഓക്കെ. എത്ര കൊടുക്കാം? 10,90 കൊടുക്കാം. 10,90,000 ഈ 6 എയർ ബാഗും കാര്യങ്ങളും സൺറൂഫും ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം സ്വന്തമാണ്. ഏകദേശം 16 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. വില വരുന്ന വണ്ടിയാണ്. 5 ലക്ഷം രൂപ കുറച്ചിട്ട് നമുക്ക് വണ്ടി കൊടുക്കാം. അതെ അതെ. ഓക്കെ. അത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞു. 27,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ മെയിൻ്റനൻസ് ആണ്, അതാണ് ഹോണ്ടയുടെ പെട്രോളിൻ്റെ ഗുണം. ലോ മെയിൻ്റനൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ആവറേജ് ഒരു മൈലേജ് കിട്ടും. 16-17 അത് ഉപയോഗിച്ച ആൾ പറഞ്ഞാണ് കേട്ടോ. നോക്കി ഓടിച്ചാലേ ആവറേജ് മൈലേജും കിട്ടും, നല്ല മൈലേജും കിട്ടും. അങ്ങനെ ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 12 മുതൽ 15 വരെ ആവറേജ് ഓടിക്കാം അല്ലേ? അത്രയും നോക്കാം. ഓക്കെ. ലോൺ ഏകദേശം 10 ലക്ഷം കൊടുക്കാം. 90,000. 10,90,000 പറയാം. സോറി. ഓക്കെ ഓക്കെ ഓക്കെ. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് നിസാൻ ടെറാനോ KL 54 പൊന്നാനിയാണോ? അതെ, പൊന്നാനി രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതാ പറഞ്ഞോളൂ. 2014 മോഡൽ. ഓക്കെ. 1 ടൺ ഡീസൽ. ഓക്കെ. കിലോമീറ്റർ ഓട്ടം എത്ര? 1 ലക്ഷം. 1 ലക്ഷം ഓടിയിട്ടുള്ളൂ. ഓക്കെ. 2014 ടെറാനോ ഡസ്റ്ററൊക്കെ 1 കിലോമീറ്റർ തന്നെയാണ് പ്രതീക്ഷിക്കുക. കുറഞ്ഞാലേ ഉള്ളൂ അല്ലേ സ്പെഷ്യലായിട്ട് വരുന്നത്? ഓക്കെ. ഫുൾ ഓപ്ഷൻ XP പ്രീമിയം ആണ്. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. സിംഗിൾ ഓണറാണ്. നമുക്ക് ലാസ്റ്റ് 4,90 കൊടുക്കാം. 2014 1 ടൺ ആണ്. 85 അല്ല, 85-നേക്കാൾ വില കൂടുതലായിരിക്കും. അതേപോലെ 4 ലക്ഷം രൂപ വരുന്നുണ്ട്. പവറും കൂടും, പക്ഷേ മൈലേജ് ഒരു 5-16 റേഞ്ച് കണ്ടാൽ മതി. അതാണ്. മറ്റേതാകുമ്പോൾ ഒരു 18 മുകളിൽ തന്നെ കിട്ടും. ഇത് 5-16 റേഞ്ച് കണ്ടാൽ മതി. ഓക്കെ. എത്രയൊക്കെ പറഞ്ഞപ്പോൾ പ്രൈസ്? 4,90 കൊടുക്കാം. 4,90. ഓക്കെ. ഏകദേശം എടുത്ത റേറ്റ് 4 ഇത് കിട്ടും. 4 ലക്ഷം രൂപ ലോൺ കിട്ടും. 10-40,000 രൂപ വേണ്ടാൽ ഇറക്കാം. വേറെ ഒരു ക്ലെയിം ഒന്നും പണിയൊന്നുമില്ല. സിംഗിൾ ഓണറാണ്. 4 ടയർ പുതിയുണ്ട്, ടച്ചിങ് ഇല്ല. നിലവിൽ മേജർ സർവീസിന് ചെയ്യാനായോ? കഴിഞ്ഞോ അത്? ഇല്ല, ചെയ്തിട്ടില്ല അല്ലേ? ഏകദേശം എത്ര കോസ്റ്റ് വരും നമുക്ക്? ഒരു 9,000, ഒരു 10 രൂപ. പുറത്തുനിന്നാണ്? പുറത്തുനിന്നാണ്. ഷോറൂമാണെന്ന് 20 രൂപ, 10 രൂപ വരും അല്ലേ? ഓക്കെ. ടൈം ബെൽറ്റ് മാറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് മാരുതി സുസുക്കി ഇഗ്നിസ് KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ്? 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ. ഓക്കെ. സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക് ആണ്. AMT ഗിയർ ബോക്സ് ആണ് വരിക. ഏത് ഓപ്ഷൻ വരുന്നത്? Zeta ആണ്. ഡെൽറ്റയ്ക്ക് മുകളിൽ, അതായത് ആൽഫയ്ക്ക് താഴെ. ടോപ്പിന്ന് തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. ബട്ടൺ സ്റ്റാർട്ട് വരും, അലവിയിൽ വരും, എല്ലാം വരുന്നത്. എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ മാറ്റം വരുന്നത്? ഹെഡ്ലൈറ്റ് മാറ്റം വരും. ടച്ച് സ്ക്രീൻ ഉണ്ടോ? ടച്ച് സ്ക്രീൻ അതിലുണ്ടാവും. ഹെഡ്ലൈറ്റ്, ടച്ച് സ്ക്രീൻ, ആ ഒരു മാറ്റമേ ഉള്ളൂ. ബാക്കി ഡിഫോവർ, ബാക്ക് വൈപ്പർ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം എന്താ പറയുക, ഒരു സ്പോർട്ടി മോഡൽ ഓടിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അല്ലേ? ഇപ്പോൾ നല്ല രീതിയിൽ പേരെടുത്ത് വരികയാണ്. പണ്ട് തടഞ്ഞ വാഹനമായിരുന്നു, ഇപ്പം നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ബോസിൻക എത്രയും പാസ് ചെയ്തത്? നമുക്ക് ലാസ്റ്റ് ഒരു 5,75 കൊടുക്കാം. ഓക്കെ. 5,70,000, 19 മോഡൽ, 20 രജിസ്ട്രേഷൻ, സീറ്റ ഓട്ടോമാറ്റിക് ഇഗ്നിസ് ആണ്. ഓട്ടോമാറ്റിക് ആണ്, മറന്നു പോരുത്, മാനുവൽ അല്ല. 18-19 ആട്ടാ. 18-19 സോറി 19-20 പറഞ്ഞു. സോറി, 18 മോഡൽ, 19 രജിസ്ട്രേഷൻ. ഓട്ടോ എത്രയായിരുന്നു? 55,000 കിലോമീറ്റർ. 55. നോർമൽ ഓട്ടോ ആണ് പെട്രോൾ വണ്ടിയുടെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ക്ലീൻ അല്ല. ഒരു 16 വരെയൊക്കെ 16-17 മൈലേജ് കിട്ടൂല? കിട്ടും. ഓട്ടോമാറ്റിക് മേടിക്കണ്ട. മാരുതി ഓട്ടോമാറ്റിക് ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് ഉള്ള സെഗ്മെന്റ് തന്നെയാണ് എല്ലാം. 5 ലക്ഷം വരെ ലോൺ കൊടുക്കാം, ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഹ്യുണ്ടൈ i10 ഗ്രാൻഡ് ആണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പറഞ്ഞു. ഇത് 2017 മോഡൽ. ഓക്കെ. മാഗ്നയിൽ അവർ ഫിറ്റിങ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അലവിൽ ഇതുണ്ട്, അതേപോലെ ടച്ച് സ്ക്രീൻ ഉണ്ട്, നല്ല രീതിയിലുള്ള നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി കവറാണ്, നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. മാഗ്നയിൽ ബേസിക്കലി തന്നെ ഓൾ ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. അത് മാറ്റിയിട്ട് ടച്ചും ചെയ്തു, അലോയ്സും ചെയ്തു. ഏകദേശം ഒരു ആസ്റ്റൊക്കെ അടുത്തെത്തി അല്ലേ? ആസ്റ്റയിലെ പുഷ്പട്ടം കൂടെ ഉണ്ടാവും, ഇതിലതില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. 17 എത്ര ഓടി ഇപ്പോൾ? ഇത് 65,000 കിലോമീറ്റർ. 65,000. 7-6 വർഷം അല്ലേ? നോർമൽ ഓട്ടമാണ്.
1.2 ലിറ്റർ എഞ്ചിനാണ് വരിക. അതിൽ 13-16 റേഞ്ച് മൈലേജ്. അതാണ് ടയർ പുതിയതാണ്, പുതിയ ടയേഴ്സ് ആണല്ലേ. വണ്ടി എന്തായാലും മൊത്തത്തിൽ നല്ല നീറ്റാണ്. ഇതൊക്കെ സ്റ്റിക്കറല്ലേ ഇത് മേലെ അഡീഷണൽ ചെയ്താണ് സ്റ്റിക്കർ. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസിങ് എങ്ങനെയാണ് ഇപ്പോൾ? ഞങ്ങൾക്ക് 370 കൊടുക്കുക. 2017 വണ്ടി അല്ലേ, 17 മാഗ്ന 3,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 3 ലക്ഷം രൂപ ലോണും കൊടുക്കുക. അപ്പോൾ 20,000 കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി പെട്രോൾ വാഹനമാണ്. താല്പര്യമുണ്ട് എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് നമ്മൾ ഐ10 ഗ്രാൻഡിൻ്റെ ചേട്ടനിലേക്ക് പോവാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. പഴയ ഷേപ്പ് ഐ10. പറഞ്ഞോളൂ. അതിന്റെ അതേപോലത്തെ ഇഞ്ചൻ തന്നെ ഇതിനും വരുന്നു. 1.2 ആണ് കാപ്പ ഇഞ്ചിനാണ് വരുന്നത്. ഇതിൽ തന്നെ 1 ലിറ്റർ ഇറങ്ങുന്നുണ്ട്. 1 ലിറ്റർ ഉണ്ടായിരുന്നു അല്ലേ? 1 ലിറ്റർ ഉണ്ടായിരുന്നു ഇതിന്റെ മുന്നേ. അതിൽ കാപ്പാന്ന് എഴുതിണ്ടാവില്ല സൈഡിൽ. ഇത് 2011 മോഡല്. 11 സിംഗിൾ ഓണർ, 74,000 ഓട്ടം. വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതെ, നമ്മള് പഴയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും കിലോമീറ്ററും കുറവ് ഉള്ളതാണ് നോക്കിയിട്ട് എടുക്കാറ്. ഡയറക്റ്റ് നമ്മൾ RC ഓണറിൽ എടുത്തുള്ള വണ്ടി. ഓക്കെ, വിശ്വസിക്കാം. 74,000 അല്ലേ? വളരെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണറിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. 2011 മോഡല്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് മാഗ്നയിൽ തന്നെ അന്ന് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരും. അതെ, മിറർ അഡ്ജസ്റ്റ്മെന്റ് വരെ നമുക്ക് വരുന്ന വാഹനമാണ്. ബാക്കി പവർ വിൻഡോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒരു ആക്സിഡന്റ് ഒന്നുമില്ല, ക്ലീൻ വാഹനം. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. നമുക്ക് 1,70,000 കൊടുക്കാം. 1,70,000 ഫൈനലാണ്. ഓക്കെ, 2011 മാഗ്ന 1,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വാഹനമാണ് അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വിറ്റാര ബ്രസ KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ. ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ. ഇവിടെ ഉണ്ടല്ലേ, ഞാൻ കണ്ടില്ല, സോറി. പറഞ്ഞോളൂ എങ്ങനെയാണ്? 2017 ലാസ്റ്റ് വണ്ടി. 65,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർ. പെട്രോൾ വണ്ടി ഓടുന്ന ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ഓക്കെ, ഏതാ LD ആണോ? LD ഓപ്ഷനിലാണ്. എയർ ബാഗ് അല്ലേ? ഓക്കെ, പവർ വിൻഡോ 2 അല്ലേ? 2 ഡോർ പവർ വിൻഡോ. അത് മാരുതി ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു വൃത്തികെട്ട പരിപാടിയാണ്. ബാക്കി ഹോണ്ടയും കാര്യങ്ങളൊക്കെ ബേസ് മോഡലായാലും 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കൊടുക്കും. മാഗ്നറ്റ് കണ്ടില്ലേ, ബേസ് മോഡൽ. അതെ, എല്ലാ ഓപ്ഷനും കൊടുക്കുന്നത്. മാരുതിക്ക് മാത്രമേ ഈ ഒരു സൂക്കറുള്ളൂ. ഒരു മിനിമം ഫീച്ചേഴ്സ് കൊടുക്കില്ല അവർ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, ഫ്രണ്ട് എല്ലാം അടിപൊളി ടയേഴ്സാണ്. പുറകെ മാറാനായിട്ട് കുറവുണ്ട്. ഓക്കെ, 18 അബോവ് മൈലേജ് കിട്ടും. 20ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന അടിപൊളി ഒരു കോമ്പാക്ട് SUV വാഹനമാണ്. പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് ലാസ്റ്റ് നമുക്ക് 6,90,000 കൊടുക്കാം. 6,90,000. 2017 ഡീസൽ വാഹനം 6,90,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 6 lakh അബോവ് 6 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 6.5 കിട്ടും. ഓക്കെ, 40,000 കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു ഡീസൽ വണ്ടിയാണ്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ബ്രസ ഡീസലിനൊക്കെ ഇപ്പോൾ എൻക്വയറി ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വണ്ടിയുടെ പിന്നാമ്പുറം ഇങ്ങനെ കാണിക്കുന്നതല്ല, ഫ്രണ്ട് ഞാൻ എന്തായാലും വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വെളിച്ചമാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലിയർ ആയിട്ട് കാണത്തില്ല, വണ്ടിയും ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ബലേനോ KL 46 ഗുരുവായൂർ വണ്ടി തന്നെയാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 മോഡല്. ഓക്കെ, ഡീസലാണല്ലേ? 41,000 ഓടിയുള്ളൂ. സിംഗിൾ ഓണർ. വളരെ ലോ കിലോമീറ്റർ, അതായത് പെട്രോളിലും താഴെ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ, ഒരു അടിപൊളി വാഹനം. ഈ സെക്കൻഡ് ഹാൻഡ് കാറുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കിലോമീറ്ററിന് വലിയൊരു ഘടകമാണ്, ഓണർഷിപ്പ് ഘടകമാണ് അല്ലേ? നമുക്ക് കിലോമീറ്റർ കുറവുണ്ടെങ്കിൽ 50,000 രൂപ കൂട്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് റേറ്റിനെ കണ്ട് കൂടുതൽ നമ്മൾ വണ്ടി എടുക്കുന്നത് 50,000 കിലോമീറ്റർ ഒക്കെ ഓടുന്ന വണ്ടികൾ. നമ്മൾ നേരത്തെ കണ്ട ബ്രസയും വളരെ ലോ കിലോമീറ്റർ ആയിരുന്നു. ബ്രസ എന്നൊക്കെ 16 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 1 lakhന്റെ അടുത്ത്, അല്ലെങ്കിൽ 1 lakhന്റെ മുകളിലൊക്കെയാണ്. 17 ലാസ്റ്റ് 12 മാസമാണ്. ഓക്കെ, അപ്പോൾ അതും വളരെ കിലോമീറ്റർ കുറവായിരുന്നു. ഇതും വളരെ ലോ കിലോമീറ്റർ ഡീസൽ വാഹനം. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഡെൽറ്റയാണല്ലേ? ഇതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റയിൽ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ, നെക്സ സീരീസ് ആണ്, അതുകൊണ്ടാണ്. അതാണ്. ഓക്കെ, പറഞ്ഞോളൂ. 41,000 കിലോമീറ്റർ ഓട്ടം. ഇതിന് ചെറിയൊരു അപാകത ഉണ്ട്, ബോണറ്റ് മാറിയുണ്ട്. ബോണറ്റ് മാറാൻ കാരണം ചെറിയൊരു സ്ക്രാച്ച് ആണ്. അതിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, എവിഡൻസ് കയ്യിലുണ്ട്. ഒന്നിപ്പോ ലൈവ് എനിക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് കാണിച്ചു തരും. ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. എന്തായാലും കയ്യിലുണ്ടെങ്കിൽ ലൈവ് കാണാമല്ലോ അല്ലേ? ഓക്കെ, അത് നമുക്ക് ഇവിടെ പാർട്ടി വന്നാൽ തന്നെ കാണിച്ചു കൊടുക്കാം. വണ്ടി ചെറിയ സ്ക്രാച്ച്. ഓക്കെ, ഒരു ചളങ്ങലാണ്. അതെന്തായാലും കമ്പനിയിൽ നിന്ന് നിവർത്തില്ല. കണ്ടോളൂ, കമ്പനിയിൽ നിന്ന് അവരെ നിവർത്തില്ല. എന്തായാലും റീപ്ലേസ് ചെയ്യും. ഫോട്ടോ പാർട്ടിയിൽ വാങ്ങിച്ചാണ്. കുഴപ്പമില്ല. 2016 ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും.
20ന്റെ മേലെ മേലെ മൈലേജ് ഒരു പ്രീമിയം ഹാച്ച് ബാക്കിൽ നല്ല മൈലേജ് ഉള്ളൊരു വാഹനമാണ്. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ലാസ്റ്റ് നമുക്കൊരു 580 കൊടുക്കാം. 5,80,000 2016 ഡെൽറ്റ ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനം. അതേപോലെ തന്നെ നമ്മളത് ഒരു 18 ഉണ്ട് കേട്ടോ, ആൽഫ ഉണ്ട്. അത് കാണിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് പോണ വണ്ടിയാണ്. ഡീസലിൽ ലോ കിലോമീറ്റർ അധികം നോക്കി നടക്കുന്ന ആളുകളുണ്ട്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ ഏകദേശം ഒരു 5.5 ലക്ഷം കിട്ടും. മാക്സിമം എല്ലാത്തിനും നമ്മളിപ്പോൾ പറഞ്ഞ ഓൾമോസ്റ്റ് വണ്ടികളും ഒരു 50-ന്റെ ഉള്ളിൽ കണ്ടാൽ 50-ന്റെ ഉള്ളിൽ കാണുന്ന വണ്ടികൾ തന്നെയാണ്. അടുത്ത വണ്ടിയിലേക്ക് വന്നു. ഒറ്റ പേര് സ്വിഫ്റ്റ് KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ, എങ്ങനെ ഡീറ്റെയിൽ? 2014-15 രജിസ്ട്രേഷൻ. ഓക്കെ, 14 മോഡലാണ്, 15 രജിസ്ട്രേഷൻ. 2030 വരെ പേപ്പർ ഉണ്ടാവും, 15 വെച്ചിട്ടാണ് കണക്ക് കൂട്ടുക. വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ ഏകദേശം ഒരു ഇഞ്ചിന് വർക്ക് ചെയ്ത വണ്ടിയാണ്. എഞ്ചിൻ വർക്ക് എടുത്താ ഒരു 50,000 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. എപ്പോഴെടുത്ത വന്നതിന്റെ ശേഷം വണ്ടി പിസ്റ്റന് സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തതിന്റെ ശേഷമാണ് അറിഞ്ഞത്. നമ്മളത് വർക്ക് ചെയ്തു, കംപ്ലീറ്റ് വർക്ക് ചെയ്തു. നമുക്ക് ഏകദേശം വണ്ടിയുടെ കോസ്റ്റ് 4 ലക്ഷം ആയിട്ട്. 4 ലക്ഷത്തിന് നമുക്ക് വണ്ടി കൊടുക്കാം. 4 ലക്ഷം വരെ ലോണും കിട്ടും വണ്ടിക്ക്. 14 മോഡൽ 15 രജിസ്ട്രേഷൻ. ഏതാ ഓപ്ഷൻ? VDI. ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ഇപ്പോൾ ഓട്ടത്തിന് 1.30. 1,30,000. നിങ്ങളിപ്പോൾ ചെയ്ത എത്രയല്ല? അതിൽ തന്നെ ചെയ്തില്ല, 1.30 ഇപ്പോൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല, ഓടാം. 1 ലക്ഷം വരെ കുഴപ്പമില്ലാതെ ഓയിൽ കറക്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ കറക്റ്റ് ഓയിൽ സർവീസ് ചെയ്ത് പോയാൽ മതി. ആദ്യം പണി വന്നിട്ടുണ്ടാവുക, ആദ്യത്തെ ഓണർ ചിലപ്പോൾ ഓയിൽ പ്രോപ്പർ ആയിരിക്കില്ല, അതായിരിക്കും പിസ്റ്റൺ. അല്ലാണ്ട് പിസ്റ്റൺ അങ്ങനെ പണിയൊന്നും 3 ലക്ഷം വരെ കിലോമീറ്റർ ഓടണം. ഒരു മിനിമത്തിൽ കൂളായിട്ട് ഓടുന്ന വണ്ടികളാണ് ഇതൊക്കെ. തീരെ ഓയിൽ ശ്രദ്ധിക്കാണ്ട് വെക്കുമ്പോഴാണ് ഈ പ്രശ്നം വരിക. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല, ഒരു വണ്ടി എങ്ങനെ ഓടുന്നതെന്ന് പലർക്കും അറിയില്ല. തീരെ ഓയിൽ മാറില്ല. ചില വണ്ടികളൊക്കെ ഇങ്ങനെ ഓടും ഒരു 20,000 കിലോമീറ്റർ. പിന്നെ ഇതിങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലാണ് അവരറിയാം. പലർക്കും ഇതിനെപ്പറ്റി ഒരു ബോധമുള്ള ആളുകൾ എഞ്ചിൻ ഓയിലിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ വേറെ ക്ലെയിം ഒന്നുമില്ല അല്ലേ? വേറെ ഒന്നുമില്ല. ഓക്കെ, 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ VDI സ്വിഫ്റ്റ്. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നമുക്ക് 4 ലക്ഷം ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. ഓക്കെ, അന്ന് വാങ്ങിയവർക്ക് ഇന്നും പൊന്നും വില കൊടുക്കുന്നൊരു വാഹനമാണ് എറ്റിയോസ് ലീവ. ഡീസലാണ്. ഇതും KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. സ്പോയിലർ അഡീഷൻ ചെയ്തതാണ് അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡൽ, പഴയ ഷേപ്പാണ്. ഓക്കെ, 15 സിംഗിൾ ഓണർ. VD. ഓക്കെ, VD ആണ്. VD എന്ന് വെച്ചാൽ അന്നത്തെ ഫുള്ളാണോ? അല്ല, അന്നത്തെ മിഡിൽ VXT വരുന്നുണ്ട് അല്ലേ അന്നും? ഓക്കെ, മിഡിലല്ല, ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ. ഓക്കെ, 20 above മൈലേജ്. മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും അല്ലേ? നോർമൽ ഓയിൽ സർവീസ് ചെയ്ത് പോയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. വളരെ മെയിൻ്റനൻസ് പറഞ്ഞിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനം. ബാക്ക് വൈപ്പർ വരുന്നില്ല, ബാക്കി ഇതാ ഡിഫോഗർ ലൈൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ വരും. ബാക്കി ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സും വരുന്നില്ല അല്ലേ VDയിൽ? അതിന് ശേഷം വന്നേക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 5.10 കൊടുക്കാം. 5,10,000. എത്ര ഓട്ടോ ഓടി ഇപ്പോൾ? 1.30. 1,30,000 ഓടി. 2015 VD. സിംഗിൾ ഓണർ. ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ വണ്ടി കൊടുക്കും. അത് ഇഞ്ചിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ടൊയോട്ടയുടെ അത്രേ ഉള്ളൂ. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ല. 4 ലക്ഷം രൂപ ലോണും കൊടുക്കാം. ലോണും കിട്ടും അല്ലേ? കേരള വണ്ടിയാണ്. കേരള വണ്ടി. ഇതേ സാധനം റീ കിട്ടും. ഇതിലും വളരെ കുറച്ചിട്ട് ഇതേ സാധനം റീ കിട്ടും. കമ്പയർ ചെയ്യുമ്പോൾ നോക്കണം, അതാ പറഞ്ഞത്. ഞാൻ ഈ വണ്ടി അത്രക്ക് കണ്ടിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഇത് കേരള വണ്ടി തന്നെയാണ്, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഈ സൈഡ് ഒരു ഡീസലിന്റെ ചാകരയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ 7-8 വണ്ടിയുണ്ട്. ഫുൾ ഡീസൽ ഒറ്റ ലൈനിൽ കിടക്കാണ്. ഇത് KL 54 രജിസ്ട്രേഷൻ, പൊന്നായ രജിസ്ട്രേഷനിലെ നല്ലൊരു അടിപൊളി റിഡ്സ്, നല്ല നീറ്റ് റിഡ്സ്. എങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡൽ. LDI അല്ലേ? LDI. ഓക്കെ, ക്ലീൻ ആണ്. 80,000 കിലോമീറ്റർ ഓട്ടം. 80 നോർമൽ ഓട്ടം തന്നെയാണ്. ഓക്കെ, ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. AC പോസ്റ്ററിങ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്കും വരില്ല. ഓക്കെ, 20 above മൈലേജ് ഇതിനും കിട്ടും. 1.2 ലിറ്റർ ഡീസലാണ്. നമ്മുടെ സ്വിഫ്റ്റിനൊക്കെ കിട്ടുന്ന സെയിം മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, പറയോളൂ, എത്ര കൊടുക്കാം? 3.70. 3,70,000 2016 റിഡ്സ് LDI ഡീസലാണ്, സ്വന്തമാക്കാം. 3 ലക്ഷം വരെ ലോണും കിട്ടും. നമ്മളിപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പലർക്കും പേടിയുണ്ടാവും. അപ്പോൾ അത്യാവശ്യം മൈലേജിൽ കയ്യിൽ നിന്ന് പൈസ ചിലവാണ്ട് പോകണമെങ്കിൽ ഡീസലേ രക്ഷയുള്ളൂ അല്ലേ? അത്രേ രക്ഷയുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ അടിപൊളി ഒരു ഡീസൽ i20 ആണ്. KL 20 രജിസ്ട്രേഷൻ, പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻ്റ് ആണ്. പറഞ്ഞോളൂ, എങ്ങനെയാണ്? 2017 മോഡൽ. മാഗ്ന ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓക്കെ, 74,000 കിലോമീറ്റർ ഓട്ടം. 6 വർഷം കൊണ്ട് 74,000. വലിയൊരു ഓട്ടോ ഒന്നുമില്ല കേട്ടോ, ഡീസൽ വണ്ടി ഓടുന്ന ഓട്ടോ ഒന്നുമില്ല. ഓക്കെ,
ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ടയേഴ്സ് പുറകെ ആവറേജേ ഉള്ളൂ, ഫ്രണ്ട് കുഴപ്പമില്ല, ഫ്രണ്ട് നല്ല ടയേഴ്സ് ഉണ്ട്. പിന്നെ എത്ര കൊടുക്കാം? പ്രൈസും കൂടെ പറഞ്ഞു. ലാസ്റ്റ് നമുക്ക് 5,75 കൊടുക്കാം. 2017 മാഗ്ന 74,000 കിലോമീറ്റർ ഓടി. 2017 മാഗ്ന ഡീസൽ 5,75,000 രൂപയ്ക്ക് ഡീസൽ i20 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 20യുടെ അടുത്ത് മൈലേജ് കിട്ടും അല്ലേ? ഏകദേശം 18-ന് മുകളിൽ തന്നെ പ്രതീക്ഷിക്കാം മൈലേജ് കിട്ടും. നല്ലൊരു അടിപൊളി പെർഫോമൻസ് കാറാണ്. എലൈറ്റ് ആണ് ഷേപ്പ്. ഏകദേശം ഒരു 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം, കിട്ടും. 25,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ലൊരു അടിപൊളി ചാൻസ് ആണ്. അടുത്ത വണ്ടിയിലേക്ക് പോരാ. നമ്മുടെ അവസാനത്തെ വാഹനം, ഇന്നത്തെ വീഡിയോയിൽ അവസാനത്തെ വാഹനമാണ് ടാറ്റ ഇൻഡിക്ക വിസ്റ്റ. ഇതും നല്ലൊരു അടിപൊളി ക്വാഡ്രാറ്റ് എഞ്ചിൻ വരുന്ന ഡീസൽ എൻജിൻ വാഹനമാണ്. 20 എബോവ് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ് അല്ലേ? നല്ല നീറ്റാണ് കേട്ടോ, ഞാൻ കണ്ടിട്ട് നല്ല നീറ്റാണ്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ. വണ്ടി എനിക്കറിയാലോ, ഇത്രയും നല്ല വണ്ടിയായ കാരണം മാത്രം എടുത്താ ടാറ്റയുടെ വണ്ടി. സാധാരണ ഈ ഐറ്റം ഇവിടെ കാണില്ല, എടുക്കാറില്ല. വണ്ടിയുടെ സ്റ്റാർട്ടിങ് ഇഞ്ചിന്റെ ഭാഗം നോക്കുകയാണെങ്കിലൊക്കെ സ്റ്റാർട്ടിങ് ഒക്കെ പെട്രോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. മോഡൽ ഏതാ? 2011. 90,000 കിലോമീറ്റർ ഓടിയ വിസ്റ്റയാണ്. ജെനുവിൻ ഓട്ടം തന്നെയായിരിക്കും അല്ലേ? ഒരു കണ്ടീഷൻ വെച്ചിട്ട് KL 50 രജിസ്ട്രേഷനാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയല്ല? തേർഡ് ഓണർഷിപ്പ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. വണ്ടിയുടെ നീറ്റ് കണ്ടിട്ട് എടുത്തുള്ള വണ്ടിയാ. ഓക്കെ. റേറ്റ് നോക്കിയിട്ട് എടുത്തുള്ളതല്ല, നീറ്റ് കണ്ടിട്ട് എടുത്തേ. അതെ. അപ്പൊ റേറ്റ് എങ്ങനെ? റേറ്റ് നമുക്ക് സാധാരണ ഇപ്പോൾ ഇതിനൊക്കെ ഒരു 1.5 രൂപക്കൊക്കെ വിറ്റ് പോകണം. നമുക്ക് 1,70,000 കിട്ടണം ഈ വണ്ടി. 1,70,000. ഓക്കെ. ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഏകദേശം 1,40,000 വിറ്റ് പോയിട്ട് ഇത് 90,000 ഓടിയിട്ടുള്ളൂ മാത്രം. ഓക്കെ. അപ്പോൾ ഓട്ടം കുറവാണ്, ആ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ 1,70,000 ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്. ഫൈനലാണോ ആ റേറ്റ്? ലാസ്റ്റ് മുട്ടിക്ക് 1,75 ഇവിടെ പറയണത്. 5 രൂപ കുറച്ച് പറഞ്ഞു മാത്രം. 1,70,000. നമുക്ക് ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ഫൈനൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്ത് കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് നമുക്കൊരു ഫിക്സഡ് ഇത് പറയാൻ പറ്റില്ല. കിലോമീറ്റർ കുറയുമ്പോൾ വണ്ടികൾക്ക് റേറ്റ് എന്തായാലും കൊടുക്കണം. ഏത് ഷോറൂം ആണെങ്കിലും നമ്മൾ എടുക്കുന്നിടത്ത് വില കൊടുത്തിട്ട് തന്നെ എടുക്കണം. അത് മാർക്കറ്റ് റേറ്റ് നോക്കരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ല മൈലേജുള്ളൊരു വാഹനമാണ്. നിങ്ങൾക്ക് എന്തായാലും ഡയറക്റ്റ് വന്നിട്ട് ഓടിച്ചു നോക്കി എല്ലാം ചെയ്തിട്ട് എടുത്താൽ മതി അല്ലേ? എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പുതുവർഷത്തിൽ നമുക്ക് പുതിയ സ്റ്റോക്കൊക്കെ ആയിട്ട് വീണ്ടും കാണാം അല്ലേ? അപ്പോൾ മറന്നു വേണ്ട, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതിൻ്റെ കാരണം കൂടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറന്നു വേണ്ട. അതിൽ നമ്മൾ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഹുസൈൻ കാ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. ചെയ്തു തരണം, വിട്ടുപോരുത്. ആകെ ഇപ്പോൾ 1-2 പേര് ചെയ്തു തരുന്നത്. ചെയ്തു തന്നാൽ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ആ ചാനലിൽ, വാട്സപ്പ് ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കയറുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ, താങ്ക് യു.